എല്ലാ കറികളിലും കറിവേപ്പില നമ്മൾ ഇടുന്നുണ്ടല്ലേ. എല്ലാ നാടൻ കറികളിലും നമ്മൾ കറിവേപ്പില ഇട്ടിട്ടാണ് കറി വയ്ക്കുക. എന്നാൽ ഈ കറിവേപ്പില നമ്മൾ ആരെങ്കിലും കഴിക്കുമോ? ഇല്ല. ഇത് കറിവേപ്പില ഈ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. എന്നാൽ ഈ കറിവേപ്പിലയിൽ ഇഷ്ടം പോലെ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കറിവേപ്പില വെച്ചിട്ട് നല്ലൊരു ചമ്മന്തി പൊടി ഉണ്ടാക്കിയാലോ? അപ്പോൾ വീണ്ടും മുറ്റത്ത് ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് കറിവേപ്പില പൊട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഉഴുന്ന്, അരി, പരിപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ പരിപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അരി നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ചോറ് വയ്ക്കുന്ന അരിയിൽ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറവാകുമ്പോൾ നമുക്കിതിലോട്ട് ഒരു മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങയും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് 13 വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. എരിവ് അനുസരിച്ച് നമുക്ക് വറ്റൽമുളകിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതൊരു മീഡിയം എരിവാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കായമാണ് എടുക്കുന്നത്. കായം നമുക്ക് ഇട്ട് കൊടുക്കാം. കായം നമ്മൾ വറുത്തെടുത്തതാണ് കേട്ടോ. എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുത്ത ചെറിയൊരു കഷ്ണം കായമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉരിഞ്ഞു വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയൊരു ബൗൾ നിറയെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കറിവേപ്പില ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ നന്നായിട്ട് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ ഉരിഞ്ഞുരിഞ്ഞ് പോവും. ആ ഒരു ലെവലാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അല്ല, സോറി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല ഗ്രീൻ കളറാണ് കേട്ടോ ഇത്. ആ കറിവേപ്പിലയുടെ ഒക്കെ ഒരു ഗ്രീനില്ലേ, ആ കളറാണ്. നമുക്കിതിങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റാണ്. കറിവേപ്പില ഇഷ്ടമില്ലാത്തവർ പോലും ഈ ഒരു ചമ്മന്തി അസലായിട്ട് കഴിക്കും. അത്ര നല്ല കിട്ടില്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറിവേപ്പില കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ എ കിട്ടും, വൈറ്റമിൻ സി കിട്ടും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് നല്ലതാണ്, പ്രഷർ ഉള്ളവർക്ക് നല്ലതാണ്, ഷുഗർ ഉള്ളവർക്ക് നല്ലതാണ്. അങ്ങനെ എല്ലാത്തിനും കുറേ കാര്യത്തിനൊക്കെ ഇതൊക്കെ നല്ലതാണ്. പിന്നെ ചില കുട്ടികൾക്ക് കറിവേപ്പില ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതുപോലെ ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയൊക്കെ അവരെന്തായാലും കഴിച്ചിരിക്കും. പിന്നെ ലഞ്ച് ബോക്സിനൊക്കെ നമുക്കിത് സൈഡായിട്ട് കൊടുത്തു വിടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ഓക്കെ, ബൈ, താങ്ക് യു.